അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 8ാം ക്ലാസ്സിൻ്റെ ദുറൂസ്, അതിൽ 8ാമത്തെ പാഠം. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, തീർച്ചയായും നിങ്ങളുടെ സഹായി അള്ളാഹുവും അവൻ്റെ റസൂലുമാകുന്നു. സഹായം ആവശ്യമുള്ളപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹു മാത്രമല്ല, റസൂലും ഉണ്ട്. ബാക്കി വേറെ ഉണ്ട് കേട്ടോ, ആയത്തിൻ്റെ ബാക്കി. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ. ഫോൺ പേയിൽ നിന്നും 730 രൂപ ലഭിച്ചു. വായിച്ചോക്കാം നമുക്ക് പാഠം. സഫീന റളിയല്ലാഹു അൻഹു, യാത്ര ചെയ്ത കപ്പൽ തകർന്നു. സഫീന എന്ന ആളിൻ്റെ പേര് തന്നെയാണ്. അങ്ങനെ അറബിയിൽ തേനീസിൻ്റെ താഴെയുള്ള പേരുകൾ വേറുണ്ട്. ഹംസ, ഇപ്പം പെണ്ണല്ലല്ലോ, ആണല്ലേ. അതങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ പഴയ കാലത്താണ് തോന്നുന്നുണ്ടായിരുന്നത്. സഫീന റളിയല്ലാഹു അൻഹു, യാത്ര ചെയ്ത കപ്പൽ തകർന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒരു ദ്വീപിലെത്തി. അതാ ഒരു സിംഹം തനിക്ക് നേരെ ചീറിയടുക്കുന്നു. സഫീന റളിയല്ലാഹു അൻഹു സിംഹത്തോട് ഇങ്ങനെ പറഞ്ഞു: അന സഫീനത്തു മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സഫീനയാണ്, റസൂലുള്ളാഹിന്റെ മൗലയാണ്. ഇത് കേട്ട സിംഹം ശാന്തനായി. തുടർന്ന് കാട്ടിനു പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ മുന്നിൽ നടന്നു. പിരിയുമ്പോൾ യാത്ര അയക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കി. സഫീന റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വഴി കാട്ടിക്കൊടുക്കുന്ന ഒരാളെപ്പോലെ മുമ്പിൽ ഇങ്ങനെ നടന്നു. കാട് വിട്ട് നാട്ടിലെത്തിയപ്പോൾ, ജനവാസ കേന്ദ്രത്തിലെത്തിയപ്പോൾ നന്ദിയുള്ള എന്തോ ഒരു വാക്ക് അത് പറഞ്ഞുകൊണ്ട് അത് തിരിഞ്ഞുപോയി, ഒന്നും ചെയ്തില്ല. ഇങ്ങനെയായിരുന്നു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടുപിടിച്ചു. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചു. കാല് തളർന്നപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചു. രോഗം സുഖപ്പെട്ടു. കാലിന് തളർച്ച പറ്റിയപ്പോഴേ യാ അല്ലാ എന്നല്ല വിളിച്ച്, യാ മുഹമ്മദ്. അത് എന്തുകൊണ്ട്? അല്ലാഹ് പറഞ്ഞതാണ് നിങ്ങളെ സഹായിക്കാൻ റസൂലുണ്ട്. പിന്നെ വിളിച്ചൂടെ? മഴ ലഭിക്കാൻ വേണ്ടി ഒരു ഗ്രാമവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയാണ് പറഞ്ഞത്: വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നബിയേ, ഞങ്ങൾ മനുഷ്യർ, ഞങ്ങൾക്ക് അങ്ങേയിലേക്കല്ലാണ്ട് ആരിലേക്കാണ് ഓടി വരാനുള്ളത്? മനുഷ്യർക്ക് പ്രതിസന്ധികളിൽ മുർസലീങ്ങളിലേക്കല്ലേ ഓടിപ്പോകാനുള്ളൂ, അഭയമായി മുർസലീങ്ങളല്ലേ ഉള്ളൂ എന്നർത്ഥം വരുന്ന പദ്യം ചൊല്ലി. ഇത് ജീവിതകാലത്ത് ഇനി പറയാം. വഫാത്തിന് ശേഷവും അവർ ഈ രീതി തുടർന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം നാട്ടിൽ ക്ഷാമം ബാധിച്ചു. ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിൽ അരികിലേക്ക് ചെന്നു. ഇങ്ങനെ പറഞ്ഞു: വെള്ളല്ലടോ, ആ പ്രയാസത്തിലായി. വെള്ളമില്ലെങ്കിൽ കഷ്ടപ്പെടും മനുഷ്യന്മാർ. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും? കുടിക്കാനും കുളിക്കാനൊന്നും ഭക്ഷണം ഉണ്ടാക്കാനൊന്നും. സമ്പത്ത് പോലെ ആവശ്യമാണ് വെള്ളം. എന്തേ പറഞ്ഞത്? യാ റസൂലല്ലാഹ് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക്
ഫഇന്നഹും ഖദ് ഹലകൂ, അല്ലാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ ഉമ്മത്തിന് മഴയ്ക്ക് വേണ്ടി തേടിയാലും അവർ മഴയില്ലാതെ നശിച്ചു പോവുകയാണ്. അല്ലാഹ്. അപ്പോഴോ പിന്നീട് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ സലാം പറയുവാനും മഴ ലഭിക്കുമെന്ന സുവാർത്ത അറിയിക്കുവാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്തു. മുസന്നഫ് ഇബ്നു അബീ ശൈബ. മഴ ലഭിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്വപ്നം കണ്ടിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്, മഴ കിട്ടൂട്ടോ എന്ന് പറഞ്ഞു. ഇതപ്പോ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഇപ്പം നബി തങ്ങളുടെ ആത്മാവേ ഉള്ളൂ, ഭൗതിക ശരീരമില്ല. റൂഹുണ്ട്, റൂഹ് മരിക്കൂല. ശരീരം നശിച്ചേക്കാം, പ്രവാചകൻ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യൻ്റെ ശരീരം ചിലപ്പോൾ നശിച്ചേക്കാം, പക്ഷെ ആത്മാവ് ഒരാളൊന്നും നശിക്കൂല. മുസ്ലിമിൻ്റെ അമുസ്ലിമിൻ്റെ ഒന്നും ആത്മാവ് റൂഹം തയ്യൂല, നശിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പ്രശ്ന പരിഹാരത്തിനായി ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന സ്വഹാബി ഒരാൾക്ക് നിർദ്ദേശിച്ചു കൊടുത്ത ദുആ ഇങ്ങനെയാണ്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് പറഞ്ഞ സ്വഹാബിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടൊക്കെ മാറിക്കിട്ടണോ. ഓരെന്തേ പറഞ്ഞ്, ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദി ലിതുഖ്ലാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. അർത്ഥം എന്തേ? അല്ലാഹ്, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്നിലേക്ക് ഞാൻ മുന്നിടുകയാണ് നിന്റെ നബിയാകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട്. കാരുണ്യത്തിൻ്റെ നബിയാണവർ. മുഹമ്മദ് നബിയെ, ഞാനിതാ എൻ്റെ റബ്ബിലേക്ക് അങ്ങ് മുഖേനതാ മുന്നിട്ടിരിക്കുന്നു, അങ്ങയെ കൊണ്ട് ഞാൻ മുന്നിട്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ ഈ ആവശ്യം നിറവേറ്റി കിട്ടണം. അല്ലാഹ്, എൻ്റെ ഈ ശുപാർശ നീ സ്വീകരിക്കണേ അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ എനിക്ക് വേണ്ടിയുള്ള ശുപാർശ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരത് പഠിപ്പിക്കുന്നത്? സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഇതാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പറയാൻ, രോഗം മാറാൻ, ആവശ്യം വീടാൻ. വീഡിയോ അതല്ല അത്ഭുതം. നമുക്ക് മതനിയമങ്ങൾ നിർദ്ദേശിച്ചു തന്ന സന്ദേശവാഹകൻ മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുത്തനാശയക്കാർ പറയും, പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ഓൾക്കൊരു ദൗത്യമുണ്ട്. അതെന്താ? വഹി ഇങ്ങോട്ട് എത്തിച്ചു തരണം, ആ പണി മാത്രം. അങ്ങനെയൊന്നും അല്ല. അവിടുന്ന് നമ്മുടെ സ്നേഹഭാജനവും അഭയവുമാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയും മറ്റാരും ചെയ്തു തന്നതിനേക്കാൾ വലിയത് അവിടുന്ന് നൽകിയിട്ടുണ്ട്. ഉമ്മ തന്നതിനേക്കാൾ, ഉപ്പ തന്നതിനേക്കാൾ അല്ല, മറ്റുള്ളവരാര് തന്നതിനേക്കാളും നമുക്ക് വലിയത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. മഹ്ശറിൽ ഹൗളുൽ കൗസറിനരികിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കാത്തിരിക്കുന്നു. അവിടുത്തെ കൊണ്ട് വിശ്വസിച്ച് അവിടുത്തെ സ്നേഹിച്ച മുഅ്മിനീങ്ങളെയും കാത്ത് മഹ്ശറയിൽ ഇരിക്കുകയാണ് മുത്തു റസൂലുള്ളാഹി. പരലോകത്ത് നമുക്ക് ശുപാർശ ചെയ്യാനുള്ളതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടണ്ട. ദുനിയാവിൽ മാത്രമല്ല, മരിച്ചു ചെന്നാലും നമുക്കുള്ള അഭയം, നമുക്ക് ശുപാർശ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്.
മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികൾക്കുള്ള നേതാവാണ്. അർത്ഥം നോക്കി, അതർത്ഥം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിച്ചു, ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും വയദ്ഫഉഹാ അൻഹും. മുഅ്മിനീങ്ങളെ, കുട്ടികളെ ശരിക്കും മനസ്സിലാക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹദീസിന് അർത്ഥം പറയാം. ഹദീസ് എന്താണ്? അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികൾക്കുള്ള നേതാവാണ്. ഒരു നേതാവിൻ്റെ പണി എന്താ? നേതാവിൻ്റെ പണി എന്താ? അല്ലാഹു അനുയായികൾക്ക് കേടുപാടുകളില്ലാണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കണം. അതല്ല നേതാവ് പറഞ്ഞാൽ. കേട്ടോ നിങ്ങൾ? ഇമാം നബി തങ്ങൾ പറയും, എൻ്റെ അർത്ഥം എന്താണ്? വിഷമങ്ങളും വിപത്തുകളും ഉണ്ടാകുമ്പോൾ അഭയം തേടേണ്ട നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും പ്രയാസങ്ങൾ ഏറ്റെടുക്കുകയും അത് തടയുകയും ചെയ്യുന്നു. പ്രയാസങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് സന്തോഷം കൊടുക്കും. നമുക്ക് മങ്കോസ് മൗലുദിൽ നാം പാരായണം ചെയ്യാറില്ലേ? മങ്കോസ് മൗലുദിൽ നാം പാരായണം ചെയ്യാറില്ലേ? എന്താ ചെയ്യല്? أنت تطلع بيننا في الكواكب كالبدر بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. അല്ലാഹ്, അങ്ങ് ഞങ്ങൾക്കിടയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ ഉദിച്ചിരിക്കുന്നു നബിയേ, വെളിവായിരിക്കുന്നു നബിയേ. അങ്ങ് അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഓ ഖൈറായ നേതാവായ നബിയേ, എൻ്റെ നേതാവേ, ഖൈറായ നബിയേ, അങ്ങ് ഉമ്മയാണ്. ഉമ്മയല്ല, ഉപ്പയാണ്. ഉമ്മയിലും ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല മിസ്ല ഹുസ്നിക്, അങ്ങയുടെ നന്മ പോലത്തെ നന്മ. ഉമ്മയും ഉപ്പയും നമ്മളെ പ്രസവിച്ചു, നമ്മളെ ശരീരത്തെ പോറ്റി വളർത്തി എന്നേ ഉള്ളൂ. ഉമ്മക്ക് നമ്മെ ആത്മാവിനെ സംസ്കരിക്കാൻ കഴിയില്ല. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ കഴിയും. നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ കഴിയും. നമ്മളെ സ്നേഹിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ. അപ്പം അതുകൊണ്ട് ഉമ്മനേക്കാൾ ഉപ്പനേക്കാളൊക്കെ നന്മ നടക്കുന്നുണ്ട് നബിയെ. ഓ ഖൈറായ നബിയെ, എൻ്റെ നേതാവേ, അങ്ങാണ് കേട്ടോ നാളെ ഞങ്ങൾക്കുള്ള രക്ഷ. അങ്ങയുടെ ആ തെളിഞ്ഞ ശഫാഅത്താണ്, ശുപാർശയാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ. ഞങ്ങൾക്ക് അങ്ങയെപ്പോലെ മറ്റാരുണ്ട് നബിയേ? ആരുമില്ലല്ലോ. ഒരു ദുആ അല്ലേ, എപ്പോഴും ഉണ്ടാവും, പാർച്ചൊരു ദുആ ഉണ്ടാവും. ദുആ اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام. അല്ലാഹുവേ,
നിന്റെ ഇസ്മുൽ അഅ്ലം കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു റബ്ബേ. നിന്നെ നബിയെ കൊണ്ടും ഞങ്ങൾ നബിയുടെ ജാഹ് കൊണ്ടും നിന്നോട് ഞങ്ങൾ തവസ്സുലാക്കുന്നു അല്ലാ. എങ്ങനെ കരീമായ നിന്റെ നബി, വലിയായ നിന്റെ നബി, അലീമായ വലിയായ നിന്റെ നബി, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പോരായ്മകൾ മറച്ചു വെക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണത്തിലും വസ്ത്രത്തിലും നീ നൽകുന്ന മുഴുവത്തിലും വിശാലത ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ വേദനകളും പ്രശ്നങ്ങളുമൊക്കെ നീ അഫു നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, സുഖം നൽകണേ അല്ലാഹ്. ഈ വായിക്കാനും മനസ്സിലാക്കാനും, വായിക്കും വേണം മനസ്സിലാക്കും വേണം. ഫിറാറന അഭയം തേടുക, ഓടിച്ചൊല്ലുക എന്നൊക്കെയാണ് അർത്ഥം. ബി നബിയിക്കാർ നിന്റെ നബി മുഖേനെ, ബി നബിയിക്കാർണ ബി നബിയിക്കാർ ദുആയിലില്ലേ, ആ നിന്റെ നബി മുഖേനെ. ഫിയാർണ എൻ്റെ കാര്യത്തിൽ, ആ പാട്ടിലുള്ളതാണ്. അഞ്ചാ ആ ദുആയിൽ തന്നെ ഫിയ. അഞ്ചാറിനെ രക്ഷപ്പെടുത്തി, വലിയാറിനെ രക്ഷിതാവ്. ഇന്നമ വലിയുക്കുമുല്ലോ, വലിയ രക്ഷിതാവ്. ഷഫാഫ എന്നൊക്കെ പറഞ്ഞാൽ സുഖപ്പെടുത്തി. സഖമിൻ്റെ ബഹുവചനമാണ് അസ്കാം, അർത്ഥം രോഗം എന്നാണ്, അസുഖം എന്നാണ്. സഖമു എന്ന് പറഞ്ഞാൽ അസുഖം, അതിൻ്റെ ബഹുവചനം അസ്കാം. തവജ്ജഹ പറഞ്ഞാൽ മുന്നിട്ട് അഭിമുഖീകരിച്ചു. ഷഫ പറഞ്ഞാൽ ശിപാർശകനാക്കി. തഷ്ഫീ ഷഫാത്ത് ശിപാർശ ചെയ്യുന്നവനാക്കി. സ്വഫ പറഞ്ഞാൽ പരിശുദ്ധമായ, ഷഫാഅത്തിക സ്വഫ തെളിഞ്ഞ പരിശുദ്ധമായ. ജാഹ് പറഞ്ഞ സ്ഥാനം. ഹസന നന്നാക്കി. വസഅർന വിശാലമാക്കി. അലം പറഞ്ഞതിൻ്റെ ബഹുവചനം ആലാം എന്നാണ്, അതിൻ്റെ അർത്ഥം വേദന എന്നാണ്. അലം അലമല്ല, അലം പറഞ്ഞാൽ കൂടിയാണത്. അലം അംസ കൊണ്ടാണ് വേദന. ഖുറാസത്തു തദ്രീബ് നോക്കിയിട്ട് ശരിക്കും എന്ത് ചെയ്യുക, എഴുതുക, പഠിക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്കത് ഖുറാസത്തി വായിച്ചു നോക്കാം, വേണമെങ്കിൽ 2 വീഡിയോ ആക്കുകയും ചെയ്യാം. ഇന്നമാ വലിക്കും അല്ലാഹു വ റസൂലുഹു, പാഠം 8 ഇത്. നോക്കാം നമുക്ക് ശരി ഉത്തരം അടയാളപ്പെടുത്തുക. സിംഹം കാട്ടിന് പുറത്തേക്ക് വഴി കാണിച്ചു കൊടുത്തു. ആർക്ക്? 3 ആളുകളുണ്ട്. സഫീന റളിയല്ലാഹു അൻഹു. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിങ്കൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. ആര്? ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. 3 മഴ ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു സുവാർത്ത അറിയിച്ചു. ആരാണ് മഴ ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ സന്തോഷ വാർത്ത അറിയിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഉത്തരം 2 ഉത്തരം ഇതാണ്. നമ്മുടെ സഹായികൾ ആരെല്ലാം? മുജീബ് അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളും. പിന്നെ 2 മഴ ലഭിക്കാൻ വേണ്ടി ഗ്രാമവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ച പരാതി പറഞ്ഞ കവിത എന്താണ്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. 3 നാട്ടിൽ ക്ഷാമം ബാധിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലെത്തി സഹായം ചോദിച്ചത് എങ്ങനെ സഹായം ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജത്തി ഹാദി ലിതുഖ്ലാ ലി അല്ലാഹുമ്മ വശഫിഉഹു ഫിയാ. അർത്ഥമാണോ? അർത്ഥം എഴുതിയൊക്കെ നമ്മൾ. അല്ലാഹുവേ, കരുണയുടെ പ്രവാചകനായ നിന്റെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയും നിന്നിലേക്ക് മുന്നിടുകയും ചെയ്യുന്നു. തവജ്ജുഹ് മുന്നിടുകയും ചെയ്യുന്നു. ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഈ ആവശ്യം നിറവേറ്റി തരുന്നതിനായി
അങ്ങയെ മുൻനിർത്തി ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് മുന്നിട്ടിരിക്കുന്നു. അല്ലാഹുവേ, എനിക്ക് വേണ്ടി അവിടുത്തെ ശിപാർശ നീ സ്വീകരിക്കണമേ. ഇഞ്ഞെന്താ? നുക്മിലു വനക്തുബുൽ മാനയാണ്. നുക്മിലു വനക്തുബുൽ മാന. വായിച്ചുങ്ങൾ അർത്ഥം പൂർത്തിയാക്കാൻ. അൻത തത്ലുഉ ബൈനനാ, പൂരിപ്പിക്കല്, ഫിൽ കവാകിബി കൽ ബദർ ബൽ വ അഷ്റഫു മിൻഹു യാ. പിന്നെ സയ്യിദി ഖൈറൻ നബി അതിലുണ്ടല്ലോ, താരങ്ങൾക്കിടയിലെ അമ്പിളി പോലെങ്കിലും അല്ല അതിലും ശ്രേഷ്ഠരാ മുത്ത് നബിയെ സയ്യിദി. അർത്ഥത അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ എൻ ഉപ്പയോ അവരിലും കണ്ടില്ല ഞാൻ അങ്ങയെപ്പോൾ സൽഗുണം മുത്തു നബിയെ സയ്യിദി. അല്ലാഹു നീ കബൂലാക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞാൻ പാട്ടുണ്ട്, പദ്യം അല്ലേ, ചൊല്ലിയൊക്കെ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ചൊല്ലിയൊക്കെ അല്ലേ. രീതിയുള്ള കുട്ടികളൊക്കെ ഉഷാറ് ചൊല്ലിക്കൊണ്ട്, നമുക്കൊന്നും രീതിയില്ല. ഇൻഷാ അല്ലാഹ്. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. താരങ്ങൾക്കിടയിൽ അമ്പിളി പോൽ ലംഘിടും അല്ല അതിലും ശ്രേഷ്ഠരാം മുത്തി നബിയെ സയ്യിദി. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ എൻ ഉപ്പയോ അവരിലും കണ്ടില്ല ഞാൻ അങ്ങയെ പോൽ സൽഗുണം മുത്ത് നബിയെ സയ്യിദി. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക الصഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. നാളെ നല്ല ശഫാഅത്താൽ ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങയെപ്പോൾ മറ്റൊരാൾ ഇല്ല നബിയെ സയ്യിദി. ഇർതകബതു അലൽ ഖത്വ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അറ്റമില്ലാ തെറ്റുകൾ ചെയ്തു പോയൊരു പാപി ഞാൻ ആവലാതി പറഞ്ഞിടാം മുത്ത് നബിയെ സയ്യിദി. ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ അത്വാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. എൻ കിതാബ് ലഭിച്ചിടും ദാഹമാലെ വലഞ്ഞിടും അന്ന് ഹൗളുൽ കൗസറിൻ നാഗ്രഹം യാ സയ്യിദി. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വാഹ്ലനാ ഇൻ ളഅയാ സയ്യിദി ഖൈറൻ നബി. അന്ത്യനാളിൽ ഞങ്ങളെ ചേർക്കണം ശീപാർശയിൽ, നഷ്ടമായാൽ ആ ദിനം ആര് തുണയാ സയ്യിദി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദാമമാ ലാഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അമ്പരത്തിൽ താരകം ലംഘിടും നാളെപ്പോഴും അങ്ങയിൽ സ്വലവാത്തുകൾ മുത്തി നബിയെ സയ്യിദി. ഇനി എന്താ പണി മക്കളെ? ഇനി ഇവിടെ പണിയുള്ള എന്താണെന്ന് വെച്ചാൽ
മലയാളത്തിലേക്കാക്കാൻ നുത്തർജിമു ഇലാ ലോകത്തിന സ്വന്തം ഭാഷയിലേക്ക് എന്ത് ചെയ്യാം മാറ്റാനാണ്. കവാക്കിബ് പറഞ്ഞ താരങ്ങൾ ഇർത്തകബുത്തു അലൽ ഖത്വ ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു. ഇർത്തകബുത്തു ഞാൻ വാഹനം കയറി, അൽ ഖത്ത പാപത്തിൻ്റെ മേൽ ഞാൻ വാഹനം കയറി പറഞ്ഞാൽ ഒരുപാട് പാപം ചെയ്തിരിക്കുന്നു. ലക്കാഷ്കു അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു, അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു. ലാഹനജുമുൻ നക്ഷത്രം വെട്ടിത്തിളങ്ങി. 4 അർത്ഥം ഇതാട്ടോ. ക്ലാസ്സിൽ തഖ്സീസിൻ്റെ മക്കളെ ക്ലാസ്സിൽ മങ്കോസ് മൗലിദ് പാരായണം നടത്തുക. ഞാൻ ചൊല്ലിയിരിക്കുന്നു ഇന്നലെ റബീഉൽ അവ്വൽ 5-ാമത്തെ രാവായിരുന്നു. അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് ചൊല്ലി, പള്ളിക്ക് നൽബി ഫദിലായി ചൊല്ലലുണ്ട്. അല്ല വീട്ടിലും ചൊല്ലി ഇന്നലെ അൽഹംദുലില്ലാ ഫുള്ള് ചൊല്ലിയിരിക്കണം. ഇത് വേണമെങ്കിൽ എൻ്റെ ചാനലുണ്ടാവും. 2 വീട്ടിൽ കുടുംബങ്ങളൊത്ത് ചേർന്ന് മൗലിദ് പാരായണം നടത്തുക. മാനിപ്പാനി കൂട്ടുക, എല്ലാവരും കുടുംബങ്ങളൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു മോശം സംഘടിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഇൽമിൻ്റെ പ്രചാരമാണ് ആഗ്രഹിച്ചത്. റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ്. മിസ്ലി സവാബിനെ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള ഇഷ്ടം മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റിത്തരണേ അല്ലാഹ്. റബ്ബേ ഇതിൻ്റെ മിസ്ലി സവാബിനെ മൺമറഞ്ഞു പോയ ഉമ്മ ഉപ്പമാരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഉസ്താദുമാരെ മശായിഖുമാരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരോടും ഞങ്ങളോട് സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. ഫാഷൻ്റെ പിന്നാലെ പോയി വസ്ത്രത്തിലും ഫാഷൻ എല്ലാത്തിലും മറ്റുള്ളവർ അനുകരിച്ചുകൊണ്ട് അവസാനം ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കുന്ന ദുർമരണം കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ ഹൃദയവും ഞങ്ങളെ ശരീരവും നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നിന്റെ ഇഷ്ടത്തിലായി ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. റഹ്മതിക യാ അർഹമർ റഹീമീൻ.